നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം മറികടക്കാനാകാതെ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സർക്കാരിന്റെ ഒളിച്ചോട്ടം. പാമോലിൻ കേസിലെ കോടതി പരാമർശത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിയമസഭയെ തന്നെ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് വി.എസ്. അച്യുതാനന്ദനും ആരോപിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, അനിശ്ചിതകാലത്തേക്ക് സഭ പിരിഞ്ഞു. എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത്? മറ്റു വിശദാംശങ്ങൾ. അജിംഷാദ്, ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശമായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പാമോൽ കേസിൽ പങ്കുണ്ട് എന്നുള്ള ഒരു പരാമർശം വിജിലൻസ് കോടതി നടത്തിയിരുന്നു. ഇത് സഭാ നടപടി നിർത്തി ചർച്ച വേണമെന്നാണ് രാജീവ് എബ്രഹാം എം.എൽ.എ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സംസാരിച്ചത്. പക്ഷേ കോടതി നടത്തിയിട്ടുള്ള പരാമർശത്തിൽ പ്രാധാന്യമില്ലെന്നും അതിനകത്ത് പ്രസക്തിയില്ല എന്നും അതുകൊണ്ട് തന്നെ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിനകത്ത് മറുപടി പറഞ്ഞത്. രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി മറുപടി പറയുന്ന സമയത്ത് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ സഭയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് സഭാ നടപടികൾ 2 മണിക്കൂർ നിർത്തിവെച്ചത്. പിന്നീട് സഭ ആരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആദ്യം ഒരു പ്രമേയം അവതരിപ്പിച്ചു. നാളെ ആണ് സഭ അവസാനിപ്പിക്കാനായി നേരത്തെ തന്നെ കാര്യോപദേശ സമിതി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത് വെട്ടിച്ചുരുക്കി ഇന്ന് തന്നെ തീർക്കണം എന്നൊരു പ്രമേയമാണ് അവതരിപ്പിച്ചത്. ഭരണപക്ഷം പാസാക്കിയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത്. പിന്നീട് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ശരി സുനിൽ, സുനിലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇടയിൽ ലഹരി മരുന്നിന്റെ ഉപഭോഗം വർദ്ധിച്ചതായി സർക്കാർ നിയമസഭയെ അറിയിച്ചു. ബാറുകൾ പൂട്ടിയ ശേഷം അബ്കാരി കേസുകളുടെ എണ്ണം കൂടിയതായും ബീറിന്റെ ഉപഭോഗം വർദ്ധിച്ചതായും എക്സൈസ് മന്ത്രി കെ ബാബു സഭയെ അറിയിച്ചു. SNDP യോഗത്തിന് നൽകിയ വായ്പാ തുക വിതരണം ചെയ്തതിൽ ക്രമത്തുക തിരിച്ചുപിടിക്കാൻ റവന്യൂ റിക്കവറി ആരംഭിച്ചതായും ചോദ്യോത്തരവേളയിൽ സർക്കാർ വ്യക്തമാക്കുന്നു. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് അടിയന്തര പ്രമേയം ഉടൻ ചർച്ചയ്ക്കെടുക്കണമെന്ന പ്രതിപക്ഷ ബഹളത്തോടെയാണ് സഭ ആരംഭിച്ചത്. ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഇടയിൽ ലഹരിയുടെ ഉപഭോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി സർക്കാർ സഭയിൽ വെച്ച കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പുതിയ മദ്യനയം നടപ്പിലാക്കിയ ശേഷം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ഉപഭോഗം കുറഞ്ഞതായും എന്നാൽ ബിയറിൻ്റെ ഉപഭോഗം വർദ്ധിച്ചതായും കെ ബാബു സഭയെ അറിയിച്ചു. പുതിയ മദ്യനയം നടപ്പിലാക്കിയ ശേഷം അബ്കാരി കേസുകളുടെ എണ്ണത്തിൽ 25% വർധന ഉണ്ടായതായും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് തന്ത്രിയും ദേവസ്വവുമാണെന്നതാണ് സർക്കാർ നിലപാടെന്ന് ദേവസ്വം മന്ത്രി വി.എസ്. ശിവകുമാർ സഭയെ അറിയിച്ചു. SNDP യോഗത്തിന് നൽകിയ വായ്പാ തുക യോഗം ദുർവിനിയോഗം ചെയ്തതായും ഈ സാഹചര്യത്തിൽ 15% പലിശയോടെ തുക തിരിച്ചുപിടിക്കാൻ റവന്യൂ റിക്കവറി ആരംഭിച്ചതായും AP അനിൽകുമാർ സഭയെ അറിയിച്ചു. നാടാർ സമുദായത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച ഹരിഹരൻ നായർ കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാടാർ സമുദായ നേതാക്കൾ സഭാ ഗ്യാലറിയിൽ മുദ്രാവാക്യം മുഴക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നികുതി പിരിവിലെ വീഴ്ച കൊണ്ട് 1771 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി C&AG റിപ്പോർട്ട്. മണൽ കുറഞ്ഞ നിരക്കിൽ വിറ്റത് മൂലം 115 കോടിയുടെ നഷ്ടമുണ്ടായി. പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2014-15 കാലയളവിൽ സംസ്ഥാനത്ത് നികുതി പിരിവിലെ വീഴ്ച കൊണ്ട് 1771.71 കോടി രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടാക്കിയതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കണ്ടെത്തി. കേരള പൊതുവിൽപ്പന നികുതി, മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട് നികുതി നിർണ്ണയത്തിലെ വീഴ്ചയാണ് നഷ്ടത്തിനിടയാക്കിയതെന്നും റിപ്പോർട്ട് പറയുന്നു. വ്യാപാരികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതിൽ 200.94 കോടി രൂപ നികുതി ഇനത്തിലും ഈടാക്കാനായില്ല. ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിക്കാതെ നികുതി നിശ്ചയിച്ചത് 744.99 കോടിയുടെ നഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ട് കണ്ടെത്തി. കണ്ണൻദേവൻ സമയത്തിന് നികുതി നൽകാത്തത് 1.95 കോടി കാർഷികാദായ നികുതിയിൽ കുറവുണ്ടാക്കി. വൈദ്യുതി തിരിവുമായി ബന്ധപ്പെട്ട് പലിശ ഈടാക്കാത്തതിലുണ്ടായ പിഴവ് മൂലം 2699 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ട് കണ്ടെത്തി. മണലിന്റെ വില കുറച്ച് നിശ്ചയിച്ചതും ലേലം നടത്താത്തതും 115 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് CAG പറയുന്നു. റിവർ മാനേജ്മെന്റ് ഫണ്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി പണമടയ്ക്കുന്നില്ല. പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ വാർഡന്മാരില്ലാത്തത് പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ടാക്കുന്നെന്നും C&AG കണ്ടെത്തി. മദ്രസ നവീകരണത്തിനുള്ള കേന്ദ്ര ഗ്രാന്റ് അർഹതയില്ലാത്ത 39 മദ്രസകൾക്ക് നൽകിയപ്പോൾ അർഹതയുള്ള ഒരേയൊരു മദ്രസയ്ക്ക് ഒരു സഹായവും നൽകിയില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മദ്രസകളിൽ കേന്ദ്രചട്ടം മറികടന്ന് പാർട്ട് ടൈം അധ്യാപകരുടെ ശമ്പളം നൽകി. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും C&AG റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. നിയമസഭയിൽ നിന്നും S. ഷീജ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നൽകാതെ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ആരോപിച്ച് LDF സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പി ജയരാജന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അപകടമുണ്ടായിട്ടും ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകാനുള്ള സർക്കാർ നടപടി ഒരിക്കൽ കൂടി ആശങ്ക ഉളവാക്കുന്നു. എറണാകുളം ആശുപത്രിയിൽ അദ്ദേഹം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വീണ്ടും അഡ്മിറ്റ് ചെയ്തു. എന്തൊക്കെയാണ് അദ്ദേഹത്തെ അവിടെ നിന്നും കൊണ്ടുപോയോ? മറ്റു വിവരങ്ങൾ? അജിംഷാദ്, ഇന്നലെ ആംബുലൻസ് അപകടത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്ന ജയരാജനെ രാവിലെ 9:45 ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് വീണ്ടും കൊണ്ടുപോകാൻ ആരംഭിച്ചത്. ഏതാണ്ട് അങ്കമാലി പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് നേരിയ നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായി ഡോക്ടർമാരോട് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയായിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് ECG പരിശോധനയ്ക്ക് വിധേയനാക്കി. നേരിയ വ്യതിയാനം ECGയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരല്പസമയം വിശ്രമത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം എറണാകുളം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന് വിശ്രമ സമയം അനുവദിച്ചു. തുടർന്നാണ് അല്പം മുമ്പ് യാത്ര പുനരാരംഭിച്ചത്. ഇപ്പോൾ ആംബുലൻസ് ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. ഏതായാലും ദേശീയപാതയിലൂടെ യാത്ര തുടരുകയാണ്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ ആശങ്കകൾ ഉയർന്നിരുന്നു. ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജയരാജനെ പോലുള്ള ഒരു പ്രായമുള്ള ഒരാൾക്ക് ഈ റോഡ് മാർഗം തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ തുടങ്ങിയ ആശങ്കകൾ ഉയർന്നിരുന്നു. അതിന് പകരമായി ട്രെയിൻ മാർഗം ആക്കണം തുടങ്ങിയ ആവശ്യങ്ങളും CPM കേന്ദ്രങ്ങളിൽ നിന്നും ജയരാജന്റെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഉയർന്നിരുന്നു. അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്നും അപകടം ഉണ്ടായിട്ടുകൂടി തൃശ്ശൂരിൽ നിന്നും യാത്ര ആരംഭിച്ചത്. അപ്പോൾ അങ്കമാലിയിൽ എത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഏതായാലും മുന്നോട്ട് വെച്ച ആശങ്കകൾ ശരിയായിരുന്നുവെന്ന് തെളിയുകയാണ്. പക്ഷേ ഡോക്ടർമാരും പോലീസും പറയുന്നത് ഈ യാത്രക്കിടയിലുള്ള സർക്കാർ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ ആവശ്യം വന്നാൽ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, വിദഗ്ധ ചികിത്സയ്ക്ക് കൂടി വേണ്ടിയാണ് ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സാഹചര്യത്തിൽ വൈകുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ശ്രീചിത്രയിൽ എത്തിക്കുക എന്നുള്ള നിലപാടൊക്കെയാണ് വിശദീകരിക്കുന്നത്. ഏതായാലും യാത്ര തുടരുകയാണ്. അല്പം മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ P ജയരാജനെ സന്ദർശിച്ചിരുന്നു. MV ജയരാജൻ പറഞ്ഞത് P ജയരാജനോട് സംസ്ഥാന സർക്കാരും പോലീസ് വകുപ്പും ഒക്കെ സ്വീകരിക്കുന്ന സമീപനം അങ്ങേയറ്റം മനുഷ്യത്വരഹിതവും പ്രാകൃതവുമാണ്. ജയരാജന് സാമാന്യ നീതി പോലും നിഷേധിച്ചിരിക്കുന്നു. അത് BJPയെ പ്രീണിപ്പിക്കാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും പോലീസിന്റെയൊക്കെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞു. മാത്രമല്ല, ഇന്നലെ രാത്രി ഉണ്ടായ അപകടം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി കൊണ്ടുപോകരുതെന്ന് പല തവണ പല കോണുകളിൽ നിന്ന് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഉൾപ്പെടെയുള്ളവരോട് CPM നേതൃത്വം ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ രാത്രി തന്നെ കൊണ്ടുപോകണമെന്ന ദുരൂഹമായ ഒരു വാശി ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കണം. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും വേണം. മനുഷ്യാവകാശ ലംഘനമാണ് ജയരാജന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 20-ന് ജയരാജനെ മെഡിക്കൽ ബോർഡിന് മുമ്പായി ഹാജരാക്കിയിരുന്നു. ആ മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ, ഹൃദ്രോഗ സംബന്ധമായ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത്. പക്ഷേ 23 വരെ, ഇന്നലെ വരെ അത് നൽകിയില്ല. അതുവരെ 23-ാം തീയതി വരെ അത് വൈകിക്കുകയും ചെയ്തു. മൊത്തത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിഗൂഢതയും ഒരു ഗൂഢാലോചനയും ഒക്കെ ഉണ്ട്. മാത്രമല്ല, ഇന്നലെ ഉണ്ടായ അപകടം കൂടിയാവുമ്പോൾ അത് പൂർത്തിയാവുകയാണ്. ഒപ്പം റോഡ് മാർഗം പോകണമെന്ന ദുരൂഹമായ വാശിയും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇത് അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ മനുഷ്യത്വരഹിതവും പ്രാകൃതവുമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. ഏതായാലും ഇപ്പം ജനറൽ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള യാത്ര തുടരുകയാണ്. ആലപ്പുഴ പിന്നിട്ട്. തീർച്ചയായും സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷവും P ജയരാജന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. എറണാകുളം ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിലെത്തി അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി സാലിം മുഹമ്മദ് നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കടുത്ത രൂക്ഷമായ ചേരിപ്പോരിലേക്ക്. PJ ജോസഫ് വിഭാഗത്തിൻ്റെ
യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പി ജെ ജോസഫ് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുകയാണ്. സജേഷ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ് പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെയാണ് പി ജെ ജോസഫ് മുഖ്യമന്ത്രിയെ കണ്ടത്. ലയന സമയത്തുള്ള കരാർ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. ലയന സമയത്തുള്ള കരാർ അനുസരിച്ച് 5 സീറ്റാണ് കേരള കോൺഗ്രസിന് നൽകേണ്ടത്. അതിനേക്കാൾ കൂടുതൽ ശക്തി ഇപ്പോൾ പാർട്ടിക്കുണ്ട്. എന്നാൽ 2 സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന നിലപാട് KM മാണി സ്വീകരിക്കുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്നാണ് പി ജെ ജോസഫ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പി ജെ ജോസഫിനൊപ്പമുള്ള ആന്റണി രാജു, KC ജോസഫ്, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർക്ക് കുറെ കൂടി കടുത്ത നിലപാടാണ്. മുന്നണി വിടണമെന്ന നിലപാട് പോലും ഇവർ ആവശ്യപ്പെട്ടു. പി ജെ ജോസഫിനാണ് UDF-ൽ തന്നെ തുടരണം, അതിന് അവസാനവട്ട ശ്രമവും നടത്തണം എന്ന നിലപാടുള്ളത്. അതനുസരിച്ചാണ് പ്രത്യേക ഘടകകക്ഷിയായി നിലനിർത്തുന്നതിന് വേണ്ടി രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടത്. പി ജെ ജോസഫ് ഇപ്പോൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ വസതിയിലാണ് ഞാനുള്ളത്. പി ജെ ജോസഫ് ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പി ജെ ജോസഫ് വിഭാഗത്തിന് ജോസ് കെ മാണിയുടെ സമീപനത്തിലും വലിയ പരാതിയുണ്ട്. ജോസ് കെ മാണി BJP-യുമായി സഹകരണത്തിന് ശ്രമിക്കുന്നു. ഇത് ആശയപരമായി പാർട്ടിയോട് യോജിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അനുവദിക്കാനാകില്ല എന്ന കടുത്ത നിലപാടിലാണ് പി ജെ ജോസഫ് വിഭാഗമുള്ളത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അവസാന ശ്രമങ്ങളും UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരുമിച്ച് പോകാനാകില്ല എന്ന നിലപാട് പി ജെ ജോസഫിന് ഒപ്പമുള്ള ഭൂരിഭാഗം ആളുകളും സ്വീകരിക്കുന്നു. അജിംഷാദ്. തീർച്ചയായും സജേഷാണ് വിവരങ്ങൾ നൽകിയത്. പിളർപ്പ് ആസന്നമായിരിക്കുന്നു. മാണി ഗ്രൂപ്പ് ഭിന്നതയുടെ വക്കിൽ പ്രത്യേക ഘടകകക്ഷിയായി UDF-ൽ തുടരണം എന്ന ആവശ്യവുമായി പി ജെ ജോസഫ് മുഖ്യമന്ത്രിയെ കണ്ടു. എന്നാൽ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം മുന്നണി തന്നെ വിടണം എന്നതിലേക്കാണ്. നിർണായകമായ യോഗമാണ് പി ജെ ജോസഫിൻ്റെ വസതിയിൽ ചേരുന്നത്. അല്പസമയത്തിനുള്ളിൽ പി ജെ ജോസഫ് മാധ്യമങ്ങളെ കാണും. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് MR സജേഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അർദ്ധരാത്രി ഉറക്കമുളച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരാളെ കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ടെന്ന് 99 മുതൽ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെയെങ്കിലും അധികൃതർ പരിഗണിക്കണമായിരുന്നുവെന്നും പി ജയരാജൻ്റെ ഭാര്യ യമുന കൈരളി പീപ്പിൾ TV-യോട് പറഞ്ഞു. അദ്ദേഹത്തെ ഇപ്പോഴും ഭരണകൂടവും സംഘപരിവാർ ശക്തികളും ഇല്ലാതാക്കാൻ ശ്രമം തുടരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കൃത്യവിലോപമെന്നും അവർ പറഞ്ഞു. ഫെബ്രുവരി 12-നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ജയിൽ സൂപ്രണ്ടാണ് അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി പറഞ്ഞിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പരിശോധനാ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും ECG-യിൽ പ്രശ്നങ്ങളുണ്ടെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ നൽകിയത്. ഇതുപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പടക്കം ജയിൽ സൂപ്രണ്ടിന്മേൽ സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കിയതാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. 1999-ൽ ആക്രമണത്തിന് വിധേയനായി ശരീരമാസകലം വെട്ടിക്കീറി തുണ്ടുതുണ്ടാക്കിയ ശേഷമാണ് പി ജയരാജന് 4 തവണ ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാകേണ്ടി വന്നത്. തുടർന്നും ചികിത്സ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്ന് ശാരീരികമായും മാനസികമായും ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം സർക്കാരിന്റെയും RSS-ന്റെയും ഒത്തുകളിയിൽ നടക്കുകയാണെന്ന് ഭാര്യ യമുന പറയുന്നു. ഇതുതന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും യാതൊരു സൗകര്യങ്ങളുമില്ലാതെ അർദ്ധരാത്രി ഉറക്കമിളച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ഒരാളെ ധൃതി പിടിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിന് പിന്നിലെന്നും യമുന വ്യക്തമാക്കുന്നു. നിരവധി വർഷങ്ങളായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ ചികിത്സ പോലും നിഷേധിക്കുന്ന സമീപനമാണ് ഇന്ന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ഒരു രാഷ്ട്രീയമായ വേട്ടയാടലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം 10ഓളം ഗുളികകൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്തരം ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളെ തികച്ചും ഒരു മുൻകരുതലുകളും എടുക്കാതെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി രണ്ടാമതൊരു ഡ്രൈവറുടെ സേവനം പോലും ആംബുലൻസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ ധൃതി പിടിച്ച് ശ്രീചിത്രയിലേക്ക് മാറ്റുന്നതിന് അധികൃതരുടെ ഒരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതൊരു തരത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. തികച്ചും രാഷ്ട്രീയമായ വേട്ടയാടലുകൾ നടത്തുന്നതിന് RSS-ൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇന്ന് കേരളം ഭരിക്കുന്ന UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൂട്ടായൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം തീർച്ചയായും ഞങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഡ്രൈവർ മാത്രമാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. അതും മലപ്പുറത്തിനപ്പുറം ഇതുവരെ വാഹനമോടിച്ച് പരിചയമില്ലാത്ത ഒരാൾ. അർദ്ധരാത്രി വഴി പോലും കൃത്യമായി അറിയാത്ത ഡ്രൈവറെ ഉറക്കമിളച്ച് ആംബുലൻസിൽ ഡ്രൈവറായി അയച്ചതിലും ദുരൂഹതയുണ്ടെന്ന് യമുന പറയുന്നു. അതേസമയം പി ജയരാജന്റെ കസ്റ്റഡി അപേക്ഷയും CBI ധൃതി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
തെളിവ് ഹാജരാക്കാതെ കസ്റ്റഡിയിൽ വേണമെന്ന CBI ആവശ്യത്തെ കോടതി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് തെളിവ് ഹാജരാക്കാം എന്നു തന്നെയായിരുന്നു CBIയുടെ പതിവ് പല്ലവിയും. കൂത്തുപറമ്പിൽ നിന്നും ജനകീയനായി വളർന്ന PJ രാജൻ സംഘപരിവാർ സംഘടനകളുടെ കണ്ണിലെ കരടായി മാറിയതും അവിടെ നിങ്ങോട്ട് അനുഭവിച്ച പീഡനങ്ങളും ഇന്നും തുടരുകയാണെന്നതിന്റെ തെളിവാവുകയാണ്. രോഗശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന ഇത്തരം നീതികേടുകൾ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മാണി ഗ്രൂപ്പിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ KM മാണി മാധ്യമങ്ങളെ കാണുന്നു ദില്ലിയിൽ. അങ്ങനെ കണ്ടില്ലല്ലോ. കണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോട് ചോദിച്ച്, നിങ്ങൾ ഫോണിലെടുത്ത് മുഖ്യമന്ത്രിയോട് ചോദിച്ച്. ഒരു കാര്യം കൂടി, അങ്ങനെയാണ് നേരത്തെ ജോസ് കെ മാണി MP കോട്ടയത്ത് നിരാഹാര സമരം കിടന്നപ്പോഴും ഇന്നിവിടെ പ്രതിഷേധം മാർച്ച് നടന്നപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചില്ല എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒന്നാം സമയത്ത് ഞാൻ ചോറുണ്ടില്ല, ഉടനെ എനിക്ക് ഫ്ലൈറ്റിന് പോകണം. അതായത് MLA വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വോട്ടിങ്ങാണ് നിയമസഭയിൽ. അതുകൊണ്ട് ഇന്നിങ്ങനെ ഇവിടെ റബ്ബർ സമരം വെച്ചതുകൊണ്ട് ഞാൻ മാത്രം ഒരു പ്രതിനിധി എന്നുള്ളത് ലീഡർ എന്ന നിലയിൽ ഞാൻ പോകുന്നതേ ഉള്ളൂ. ബാക്കി MLA വരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എല്ലാവരും ഉണ്ടല്ലോ. എബ്രഹാം കലമണ്ണ എന്ത് ഇപ്പോൾ എബ്രഹാം കലമണ്ണിലെ ഒരുപാട് പേര് കൂടി ഉണ്ടായിരുന്നല്ലോ. എന്ത് പിന്നെ ഓക്കെ. തീർച്ചയായും KM മാണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇത്തരത്തിൽ വിഭാഗീയത സംബന്ധിച്ച് പുറത്തെത്തുന്ന വാർത്തകളൊക്കെ ശരിയല്ല എന്ന നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ റബ്ബർ സമരവുമായി ബന്ധപ്പെട്ട് PJ ജോസഫ് വിഭാഗത്തിൻ്റെ സാന്നിധ്യമില്ലായ്മയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായ മറുപടി പറയാൻ മാണി തയ്യാറായതുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തെത്തിയ ഘട്ടത്തിൽ ഇതേ സമീപനം തന്നെയായിരുന്നു KM മാണി സ്വീകരിച്ചത്. ഇപ്പോൾ PJ ജോസഫിൻ്റെ വീട്ടിൽ യോഗം നടക്കുകയാണ് കേരളത്തിൽ, ദില്ലിയിൽ KM മാണി. വാർത്തകളിലേക്ക്. 6ാമത് ദക്ഷിണ റെയിൽവേ കലാമേളയിൽ പാലക്കാട് ഡിവിഷന് കിരീടം. ചെന്നൈയിൽ നടന്ന ഇന്റർ ഡിവിഷണൽ കലാമേളയിൽ 40 പോയിന്റ് നേടിയാണ് പാലക്കാട് ഡിവിഷൻ നേട്ടം കൊയ്തത്. ദക്ഷിണ റെയിൽവേ ഓഫീസർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി നടത്തിയ കലാമേളയിലാണ് പാലക്കാട് ഡിവിഷൻ കിരീടം ചൂടിയത്. ചെന്നൈയിൽ നടന്ന മേളയിൽ സംഘനൃത്തം, സംഘഗാനം, കുട്ടികളുടെ ക്ലാസിക്കൽ നൃത്തം, ശാസ്ത്രീയ ഗാനം തുടങ്ങിയ ഇനങ്ങളിൽ പാലക്കാട് ഒന്നാമതെത്തി. നാടകം, രംഗോലി എന്നിവയിൽ 2ാം സ്ഥാനവും നേടി. അഭിമാനാർഹമായ നേട്ടമാണിതെന്നും സ്പോർട്സ് രംഗത്തു കൂടി നേട്ടം കൊയ്യാൻ ശ്രദ്ധിക്കുമെന്നും DRM ആനന്ദ് പ്രകാശ് പറഞ്ഞു. Last time we were the second runners up, but this time our team, our officer, their family, they worked hard and it was recognized. Next year our team will endeavor to get in the sports field. Sports field we were poor. സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ TA ധനഞ്ജയന്റെ നേതൃത്വത്തിലായിരുന്നു പാലക്കാട് ഡിവിഷൻ മത്സരത്തിനിറങ്ങിയത്. ഇത് ഒരു ചെറിയ നേട്ടമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം 40-40ഓളം വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ കോളേജുകളൊക്കെ വിട്ടതിന് ശേഷം വീണ്ടും സ്കൂൾ കോളേജ് കുട്ടികളെ പോലെ ഞങ്ങൾ ആടിപ്പാടി തകർത്തൊരു ഷീൽഡ് കൊണ്ടുവന്നപ്പോൾ ഇത് ഒരു വലിയ നേട്ടമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അഡീഷണൽ ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ രവീന്ദ്രന്റെ ഭാര്യ സീന രവീന്ദ്രൻ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പണി പകുതി പോലും പൂർത്തിയാക്കാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പുതിയ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് അടിസ്ഥാന സൗകര്യങ്ങളോ കെട്ടിടങ്ങളുടെ പണിയോ പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നത്. കെട്ടിടത്തിന്റെ പണി പകുതി പോലും പൂർത്തിയായിട്ടില്ല. മെഡിക്കൽ ഉപകരണങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയിട്ടുമില്ല. മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് വികസന നേട്ടങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉദ്ഘാടനത്തിന് പിന്നിലുള്ളതെന്ന് വ്യക്തം. എല്ലാ ബുധനാഴ്ചകളിലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ OPയിലെത്തി പരിശോധിക്കാനാണ് ധാരണ. ജനറൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്താനുമാണ് നീക്കം. ജനറൽ ആശുപത്രിയിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെ എതിർത്ത് ഒരു വിഭാഗം ഡോക്ടർമാർ മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകിയിരുന്നു. സംയുക്ത OPയും ചികിത്സയും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഇവർ. ജനറൽ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താതെ മെഡിക്കൽ കോളേജ് എന്ന ആശയം തട്ടിപ്പാണെന്നാണ് ഒരു വിഭാഗം ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തെത്തുന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഇത്തരം ആവശ്യവുമായി ബന്ധപ്പെട്ട് PJ ജോസഫ് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. നിങ്ങളൊക്കെ യാതൊരു സത്യവുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശ്രീ PJ ജോസഫും ഞങ്ങളെല്ലാവരും ഇന്ന് ഒന്നിച്ചുണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. ജനങ്ങളെ ഇങ്ങനെ കൗളിപ്പിക്കരുത്. ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം
ഒരു സമയത്തും ഉന്നയിച്ചിട്ടില്ല. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. AKG സെന്ററിലാണ് യോഗം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചയും നടക്കുന്നുണ്ട്. മാർച്ച് ആദ്യം സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരും. തുടർന്നാകും സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടക്കുക.